ഹായ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ചക്കരക്കിഴങ്ങ് കൃഷി ചെയ്യുന്ന ഒരു പാടത്താണ്. ഇത് കണ്ടോ, ചക്കരക്കിഴങ്ങ് ഇവിടെ വിത്ത് പാകുകയാണ് കേട്ടോ. ഹായ്, നിങ്ങളുടെ പേരെന്നാ? പേര് പറഞ്ഞേ? അനിൽകുമാർ അല്ലേ? ആ, എത്ര വർഷമായി കൃഷിയിലേക്ക് വന്നിട്ട്? 5 വർഷത്തിലധികമായി കൃഷി ചെയ്യുന്നു. കൃഷി അല്ലേ? എന്തൊക്കെയാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്? പച്ചക്കറിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കൈപ്പക്ക, വെണ്ട, ചീര, വഴുതന, അങ്ങനെയുള്ള ഐറ്റംസാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഒരു 8 മാസമായിട്ട് കപ്പ, മധുരക്കിഴങ്ങ്, അങ്ങനെയുള്ള കൂവ അല്ലേ? ഇപ്പൊ മധുരക്കിഴങ്ങാണല്ലേ ഇവിടെ? മധുരക്കിഴങ്ങ് ചെയ്യുന്നുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടല്ലേ? നല്ലുണ്ട്, കാണാൻ വേണ്ടിട്ട്. വള്ളിയെല്ലാം മൈസൂർന്ന് വരെ. ഇതിന്റെ വിത്ത് എവിടെ നിന്ന് എത്തിച്ചേ? മൈസൂർന്ന് എത്തിച്ചില്ല. നല്ല ഇനം വിത്താണോ? നമുക്ക് അവിടെ കൃഷിയുണ്ട്. ആ, അവിടെ ഇങ്ങോട്ട് വിത്താണല്ലേ? നന്നായിട്ട് ഇവരൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഓക്കെ, നമ്മൾ SPCന്റെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയ നാളെ എത്രയായി? 3 കൊല്ലത്തോളായി വാങ്ങലല്ലേ? ആ, എന്നോട് മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? PH ബൂസ്റ്റ്, ബയോ പവർ, ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട് അല്ലേ? ഇപ്പം അത് ഇട്ടിട്ടാണോ നിങ്ങൾ ഈ കൃഷി ഒരുക്കിയിരിക്കുന്നത്? ആ ആ ആ ഞാനിപ്പോൾ PH പരിശോധിച്ച സമയത്ത് 4.5 ഞാൻ കണ്ടത്. ഓക്കെ, ഇനി ഇതിട്ടിട്ട് നമ്മൾ ചെയ്യാണല്ലേ? ചെയ്യുന്നത്. ഇത് പിന്നെ എത്ര നാൾ കൊണ്ടാണ് ഇത് വിളവെടുക്കുക? വിളവ് 4 മാസം 4.5 മാസം നമ്മൾ എടുക്കും. 4 മാസം കണക്ക് 4 മാസം കൊണ്ടെടുക്കും അല്ലേ? ആ ആ പിന്നെ ഇതുവരെ കൃഷിയിൽ എങ്ങനെയാണ്? നിങ്ങൾക്ക് നല്ല മെച്ചമാണോ അല്ലേ? കൃഷി ഒരു പാഷനാണോ? അതെ, കൃഷി ഒരു പാഷനാണ് അല്ലേ? നന്നായിട്ട് നമ്മൾ മണ്ണറിഞ്ഞ് കൃഷി ചെയ്താൽ മണ്ണിൽ പൊലി വിളയിക്കാം അല്ലേ? അതല്ലേ പറയുന്നത്? കൃഷി തന്നെയാണോ നിങ്ങളുടെ തൊഴിൽ? സൈഡായിട്ട് ചെയ്യുന്നതാണ് അല്ലേ? നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചേച്ചി വീട്ടിൽ നല്ല വെയിലാണ് കേട്ടോ ഇവിടെ. എന്താ പടം മുഴുവൻ? അതെ, ഓർമ്മിക്കുമോ? അതെ അല്ലേ? അതെ, കർഷകരാണ് നമ്മൾ പറയുന്ന പ്രഥമ പ്രജ എന്ന് പറയുന്നത്. എല്ലാവരും ബഹുമാനിക്കും, പക്ഷെ അവരെ ബഹുമാനിക്കൂല ആരും. പക്ഷെ അവരെയാണ് ആദ്യം ബഹുമാനിക്കേണ്ടത് അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, ചെടിയിൽ കൈകുത്തിയാലല്ലേ നമ്മൾ ചോറിൽ കൈകുത്തുള്ളൂ. അതെ അതെ, പക്ഷെ നല്ല വെയിലായിട്ട് അവർ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. വെള്ളം നനച്ച് തടമെടുത്ത് അതോടൊപ്പം തന്നെ വിത്ത് പാകുകയാണ്. അതിനൊക്കെ നമുക്കിനി 4 മാസം കഴിഞ്ഞിട്ട് വീണ്ടും വരാം. ചേച്ചി ഇവിടെ നോക്കണം, ഇതെങ്ങനെയാണ് ഇത് ചക്കരക്കിഴങ്ങ് കൃഷി ചെയ്യുന്ന രീതി? 2 തടം എടുത്തിട്ട് ആ ആ ആ ആ വളമിട്ടതിന് ശേഷം 2 സൈഡായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കും അല്ലേ? ആ ആ 2 സൈഡായിട്ട്. അപ്പോൾ ഇവിടെ 1 ഏക്കർ അല്ലേ? 1 ഏക്കറിലാണോ ഇതിപ്പോൾ ചെയ്യുന്നത് ചക്കരക്കിഴങ്ങ്? 1 ഏക്കറിൽ ചക്കരക്കിഴങ്ങ് കൃഷി ചെയ്യുന്ന സ്ഥലമാണിത് കേട്ടോ. നമ്മളിവിടെ കർഷകരുണ്ട്. ഇവിടെ കർഷകരോട് നമുക്ക് ചോദിക്കാം.